ഇസ്രായേലിൽ കെയർ ഗിവറായിരുന്ന ജിനേഷിന് സംഭവിച്ചതെന്ത്? മരണരഹസ്യം തേടി നീതിക്ക് വേണ്ടിയുള്ള ഭാര്യ രേഷ്മയുടെ പോരാട്ടത്തിനൊപ്പം മറുനാടൻ മലയാളിയും ഉണ്ടായിരുന്നു. നിരവധി റിപ്പോർട്ടുകൾ നൽകിയും അന്വേഷണം നടത്തിയും തുണയാകാൻ മറുനാടൻ ശ്രമിച്ചെങ്കിലും രേഷ്മ വിഷം കഴിച്ച മരണത്തെ വരവേറ്റതോടെ അതെല്ലാം വിഫലമായിരിക്കുന്നു. ഇസ്രായേലിൽ പ്രായമായവരെ പരിചരിക്കുന്ന ജോലി ചെയ്യവേ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ജിനേഷ് പി സുകുമാരന്റെ ഭാര്യ രേഷ്മയാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് 34 വയസ്സുകാരിയായ രേഷ്മയുടെ മരണം സംഭവിച്ചത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 2 ദിവസം മുൻപാണ് വയനാട് കോളേരി സ്വദേശിനിയായ രേഷ്മ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജൂലൈയിൽ വയനാട് സ്വദേശിയായ ജിനേഷ് താൻ ജോലി ചെയ്തിരുന്ന വീട്ടിലെ 80 വയസ്സുള്ള ജൂത വനിതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ ഈ വാദങ്ങളെ ആദ്യം മുതലേ ജിനേഷിന്റെ കുടുംബം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സംഭവം നടക്കുമ്പോൾ ജിനേഷ് ഇസ്രായേലിലെത്തിയിട്ട് വെറും 1.5 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യം വെച്ചാണ് വിദേശത്തേക്ക് പോയത്. മരണ ദിവസം രാവിലെ പോലും ഭാര്യ രേഷ്മയോട് സന്തുഷ്ടമായി സംസാരിക്കുകയും വൈകുന്നേരം വിളിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലുള്ള മാനസിക വിഷമവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്നും ജോലി ചെയ്തിരുന്ന വീട്ടിലെ വയോധികയുമായും നല്ല ബന്ധമായിരുന്നുവെന്നും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യ വാർത്തയിൽ ജിനേഷ് വയോധികയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു. എന്നാൽ വയോധികയെ കൊന്നത് അവരുടെ സ്വന്തം മകനാണെന്നും ജിനേഷിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയായി ചിത്രീകരിച്ചതാണെന്നും ചില ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു. ഭർത്താവിന്റെ വിയോഗത്തിന് പിന്നാലെ കടുത്ത മാനസികാഘാതത്തിലായിരുന്നു രേഷ്മ. മരുന്നു കഴിച്ചായിരുന്നു ഉറക്കം പോലും. തന്റെ ഭർത്താവ് ഒരിക്കലും ഒരു കൊലപാതകിയോ ആത്മഹത്യ ചെയ്യുന്ന ആളോ അല്ലെന്ന് രേഷ്മ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. മരണകാരണം കൃത്യമായി അറിയാനായി അവർ ഇന്ത്യൻ എംബസിയെയും ഇസ്രായേലി അധികൃതരെയും നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും അന്വേഷണം കോടതിയിലാണ് എന്ന മറുപടി മാത്രമാണ് ലഭിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കുടുംബത്തിന് കൈമാറിയിരുന്നില്ല. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ ഇന്ത്യയിലെ ഇസ്രായേൽ കൗൺസിലർ ജനറലുമായി സംസാരിച്ചപ്പോൾ അന്വേഷണം ഇസ്രായേലിലാണ് നടക്കുന്നത് എന്നും ഇന്ത്യൻ എംബസി വഴി കൂടുതൽ വിവരങ്ങൾ തേടാമെന്നും അറിയിച്ചിരുന്നു. 80 വയസ്സുകാരിയുടെ മരണത്തിൽ വയോധികയെ കൊലപ്പെടുത്തിയത് അവരുടെ സ്വന്തം മകനാണെന്നും ജിനേഷിനെയും ഇയാൾ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നതായും ബന്ധുക്കൾക്ക് പിന്നീട് വിവരം കിട്ടിയിരുന്നു. വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയാണ് ജിനേഷിനുണ്ടായിരുന്നത്. 80 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് സമീപത്തെ മുറിയിൽ ജിനേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.